ഒരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ ബേക്കറിയിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളതാണ് വൈറ്റ് ഹൽവ അല്ലെങ്കിൽ മിൽക്ക് ഹൽവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മിൽക്ക് ഹൽവ അല്ലെങ്കിൽ വെള്ള ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. മൈദ വെച്ചും ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് മൈദ 120 ഗ്രാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കുക. വെള്ളം ഗ്രാജുവലി ചേർക്കുക. ഒത്തിരി ലൂസായി പോകരുത്. പക്ഷെ ടൈറ്റായിട്ടുള്ള ഡോ ആക്കി എടുക്കുക. 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ എപ്പോഴും ഇച്ചിരി ഫേമായിട്ടുള്ള ഡോ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. അത് നികയ്ക്ക് വെള്ളം ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന കണക്കിന് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഏകദേശം 4 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മിനിമം ഒരു 3 മണിക്കൂർ വെക്കുക. സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുനിന്ന് നെക്കിൻ്റെ പാല് മാത്രമായിട്ട് എടുക്കും, 100 മാത്രമായിട്ട് എടുക്കും. ബാക്കി ആ ഒരു പശ പോലെ ഒരു ഭാഗം വരും, അത് നമ്മൾ കളയും. അതിനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിയിൽ ഇതേപോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി അത് പ്രസ് ചെയ്ത് അതിൻ്റെ പാല് മാത്രമായിട്ട് എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു മസ്ലിൻ ക്ലോത്തിൽ ടൈ ചെയ്ത് വെക്കാം, എന്നിട്ട് നെക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതേപോലെ പ്രസ് ചെയ്ത് ഇതിനകത്ത് ഫുൾ കിട്ടുന്ന വരെ പ്രസ് ചെയ്തെടുക്കുക. നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കുന്നൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ എപ്പോഴും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ളതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട് എടുക്കാനായിട്ടുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതും വീണ്ടും അഴിച്ചെടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 കപ്പോളം വെള്ളമായി. ഇപ്പോൾ ഇതിനകത്തൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഒരു 1/2 കപ്പ് കൂടെ എടുക്കാം. നമുക്ക് ബാക്കി ഇതേപോലെ ഒരു പശ പോലെ ഒരു മിക്സറാണ് കിട്ടുക. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളയും. അപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്ന മിക്സറ് അടച്ച് ഒരു 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം ക്ലിയറായിട്ട് വരുന്ന കാണാം. മേലെ കുറച്ച് തെളിഞ്ഞ് വരും. ആ തെളിഞ്ഞ് വരുന്ന വെള്ളം നമുക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം ഒത്തിരി സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കുക്ക് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. കുക്കിംഗ് ടൈം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ മുമ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കളർ ഡിഫറൻസ് കണ്ടോ? ഇത് വെള്ളം പോലെ കിടക്കുന്നത്. അതിൻ്റെ മേലത്തെ ഭാഗം അങ്ങ് മാറ്റാം. നമ്മൾ മാറ്റി വെച്ച പാനിലേക്ക് തന്നെ ആ തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം മാത്രം മാറ്റുക. ഈ ഒരു മിക്സർ നമുക്ക് ഏകദേശം 4 കപ്പോളം വേണം. കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് ചേർത്ത് 4 കപ്പ് വെള്ളം എടുക്കുക. കറക്റ്റ് 4 കപ്സ് കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർക്കാം. ഇത് പശുവും പാലാണ്, 2 കപ്പ്. അതേപോലെ ഈ ഒരു കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ് എല്ലാത്തിനും ഉപയോഗിച്ചേക്കുന്നത്. ഇതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര അളന്നേക്കുന്നത്.
അങ്ങനെ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അത് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം 1-1.5 മണിക്കൂർ സമയം എടുക്കും മൊത്തം ഹൽവ റെഡിയായി വരാണെങ്കിൽ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിക്ക്. ഈ ഒരു മിക്സർ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചവ്വരി ചേർക്കണം. ചവ്വരി ഞാൻ ഒരു 2-3 മണിക്കൂർ കുതിർത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. അതിൻ്റെ കൂടെ ചേർക്കാം. ഇത് 50 ഗ്രാം ചവ്വരിയാണ്. അപ്പോൾ ഇതിനെയും കുറുകി ഇത് പറ്റി നമ്മുടെ ഹൽവയുടെ ഒരു കൺസിസ്റ്റൻസി ആവണം. ഏകദേശം 1-1.25 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഇളക്കി കൊടുത്താൽ മതിയെങ്കിൽ അവസാനമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണം. ഇപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറോളമായി. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു തിക്നെസ്സായി. ഇനി ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ പിടിക്കുന്ന പോലെ തോന്നും. ആ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കുറേശ്ശെ ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ കൈ വിടാണ്ട് വേണം ഇളക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുകയാണ്. അപ്പോൾ ഷുഗർ ക്രിസ്റ്റലൈസ്ഡ് ആവാണ്ടിരിക്കാനും ഒരു മായത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളമായി. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജാണ്. കുറച്ചുകൂടെ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വീഴുന്ന പരുവായിരുന്നു. ഇപ്പം വീഴുന്നില്ല. ആ ഒരു തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഉരുട്ടിക്കഴിഞ്ഞാൽ ബോളാക്കി എടുക്കാൻ പറ്റും. കയ്യിലൊട്ടാത്ത ഒരു പരുവം വരും. ആ സ്റ്റേജ് വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്പൂൺ വെച്ചിട്ട്. ആ നെയ്യുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പൊക്കെ വരെ നമുക്ക് ചേർക്കാം. കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് എന്താണെങ്കിലും വേണ്ട വരും. അപ്പോൾ നെയ്ക്ക് പകരം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഫുൾ നെയ്യ് തന്നെയായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിടണം. ലാസ്റ്റ് ഇടണ്ടേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇടുകയാണ് ഒരു നുള്ളുപ്പ്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇപ്പോൾ ചേർക്കാം. കുറച്ച് നെയ്യും കൂടെ ഇടാം. അതേപോലെ നട്ട്സ് ഒരു 1/4 കപ്പ് നട്ട്സ് ചേർക്കുകയാണ്. അതിനകത്ത് കിടന്നങ്ങ് റോസ്റ്റഡ് ആയിക്കോളും. നമുക്ക് കുറച്ച് സമയം കൂടെ മതി ഇനി ഹൽവ റെഡി ആവാനായിട്ട്. ഇടയ്ക്കൊക്കെ അതിൻ്റെ സൈഡിൽ നിന്നുള്ളതൊക്കെ വടിച്ചിടുക. അല്ലെങ്കിൽ അതെല്ലാം കട്ടകളായിട്ട് ഫോം ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എണ്ണ വിട്ട് വരും, നെയ്യ് വിട്ട് വരും. മാത്രമല്ല നമുക്ക് കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ ഒട്ടാത്തൊരു പരുവാണ്. ഞാനിവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലൊട്ടും ഒട്ടാത്തൊരു പരുവും വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കറിയാം. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഹൽവ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി എടുക്കാം, ട്രെയിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ 5.5 ഇഞ്ചിൻ്റെ ഒരു ടിൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാച്ച്മെൻറ്റ് പേപ്പർ ഇടണം എന്നില്ല. കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വെച്ചേക്കാണ്. അതിനകത്തേക്ക് മാറ്റാം. ഇനി ഹൽവ നമുക്ക് സെറ്റ് ആവാനായിട്ട് ട്രെയിലേക്ക് മാറ്റാം. ഇനി സ്പൂണിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നെയ്യ് തേച്ച ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വൈറ്റ് ഹൽവ ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം എടുത്ത് ഫുള്ളായിട്ട് തീർക്കാനായിട്ട്. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടി. നമ്മൾ ഹൽവ കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കൂളായി. ഇനി സ്ലൈസ് ചെയ്ത് കാണിക്കും. ഇതേപോലെ കിട്ടും. നമ്മുടെ വൈറ്റ് ഹൽവ അല്ലെങ്കിൽ മിൽക്ക് ഹൽവ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 3/4 കിലോ ഹൽവയാണ് 1 കപ്പ് മാവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റ് ഹൽവയാണ്, നല്ല ടേസ്റ്റി ഹൽവയാണ്. അപ്പോൾ ഇത് നമുക്ക് 1-2 ആഴ്ചയൊക്കെ പുറത്തിരിക്കും, റൂം ടെമ്പറേച്ചർ ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങൾ കേടുകൂടാണ്ടിരിക്കും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.